അല്ലേ? എന്നാലും ഒരുപാട് പേര് മാഷിവിടെ പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ആരാദ്യം വരണമെന്നതിൽ ഇടുക്കിയായി വന്ന് പാടി ഡാൻസ് കളിച്ചു. നിങ്ങളെ കുട്ടികൾക്ക് ഒരുപാട് പ്രചോദനം നൽകി. തുടർന്ന് ഞങ്ങളുടെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇവരുടെയൊക്കെ അവസ്ഥ മാഷ് നേരത്തെ പറയണ്ടായില്ലേ, നല്ല രീതിയിൽ ജനിച്ചു വളർന്ന കുടുംബത്തിലെ അംഗങ്ങളാണ്. പല കാരണങ്ങളെ കൊണ്ട് ഇവിടെ എത്തി. അപ്പം അങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ തരണം ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഇങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കാനുള്ള നല്ല മനസ്സുള്ള, നല്ല മനസ്സിൻ്റെ വ്യക്തികളായി നിങ്ങൾ മാറണം. മനസ്സിലായല്ലോ? മനസ്സിലായ കുട്ടികൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്നതൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് മാറാൻ കഴിയണം. ജാതി മത ഭേദമന്യേ മനുഷ്യരായി കാണാനുള്ള ഒരു നല്ല മനസ്സിലുടമകളായി മാറി നമ്മുടെ ഇടയിൽ കുടുംബത്തിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർ കൂടെ നിർത്താനുള്ള മനസ്സുകൂടി നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ചെയ്യുന്നവരാണ്. നമ്മൾ മാനസികമായിട്ട് ഉന്മേഷം ലഭിക്കുവാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. യാത്രകൾ ഒരുപാട് ഇഷ്ടം ഉള്ളവരായിരിക്കാം നിങ്ങൾ, ഒരുപാട് ഭക്ഷണത്തോട് പ്രിയമുള്ളവരായിരിക്കാം, ഒരുപാട് സൗഹൃദങ്ങൾ, ചങ്ങാത്തങ്ങൾ മറ്റ് മതസ്ഥരുമായിട്ട് പങ്കിടുവാനായിട്ട്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം നമ്മൾ നിലനിർത്തുന്നത് പോലെ നമ്മുടെ സമൂഹത്തിലുള്ളവരെയും ചേർത്ത് പിടിക്കണമെന്ന് എല്ലാ മതത്തിലും ഒരുപോലെ പറയുന്നത്. നമുക്കറിയാം, ഖുറാനിൽ അൽബ നോക്കണമെന്നാണ് ഹോളി ഖുറാനിൽ പറയുന്നത്. രാമായണത്തിൽ 4-ാമത്തെ ഖണ്ഡിക 8-ാമത്തെ ഇതിൽ പറയുന്നൊരു കാര്യമുണ്ട്. പാവങ്ങൾ ആര് തന്നെയായിരുന്നാലും അവരൊരു പക്ഷേ ചെറിയ രീതിയിൽ നോക്കുകയാണെങ്കിൽ അവർ ധനികരായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അവർ വളരെ പാവപ്പെട്ടവരായിരിക്കാം. ആര് തന്നെയാണെങ്കിലും നിങ്ങളുടെ കരുണ നിറഞ്ഞ മുഖവും കരുണ നിറഞ്ഞ ഹൃദയവും എന്നും അവരോടൊപ്പമായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് 17-ാം തിരുവചനം, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, കർത്താവ് ആ കടം വീട്ടും. എന്നും സാമൂഹിക പ്രതിബദ്ധത ഉള്ളവരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക്
കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണൊക്കെ വണ്ടി വീടിന്റെ റോട്ടിന് പകരില്ലാതെ ഓടിടുമ്പോൾ ഇക്കർ വെളിച്ചന്റെ കയ്യും നടുമ്പു തളർത്തിയൊരൊട്ട വണ്ടി ആരാരുമാവാത്ത കാലത്ത് നടന്നു വണ്ടി എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണൊക്കെ വണ്ടി വീടിന്റെ റോട്ടിന് പകരില്ലാതെ ഓടിടുമ്പോൾ ഇക്കർ വെളിച്ചന്റെ കയ്യും നടുമ്പു തളർത്തി പാടങ്ങൾ കൊണ്ടിരുന്നേ മാടി മാങ്കുയിലേ പൂങ്കുയിലേ ചേരുവനെ കേളു ഒന്നെ മാളയിലെ നാട് എൻ്റെ നാട്. പ്രിയമുള്ളവരെ, പള്ളിക്കുറുപ്പ് ഹയർ സെക്കൻഡറിയിലെ പാതയം ചാരിറ്റി ടീമിലെ കുട്ടികളുടെ കൂടെ കാരാകുർശിയിലെ ആകാശപ്പറവ എന്ന മാനസികാരോഗ്യ കേന്ദ്രം സന്ദർശിക്കാൻ ഒരു അവസരമുണ്ടായി. ഹൃദയസ്പർശിയായ ഒരു അനുഭവമായിരുന്നു അവിടെ. ജീവിതത്തിലെ പല തട്ടിലും പല കോണിലുമുള്ള ആളുകൾ അവിടെ അന്തവാസികളായിട്ടുണ്ട്. അവരുടെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും നേരിൽ കാണുവാനും അവർക്ക് നമ്മുടെ കുട്ടികൾ സ്വരൂപിച്ച സാധനങ്ങൾ അവർക്ക് കൊടുക്കുവാനും ഒരു അവസരമുണ്ടായി. തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് അതൊരു വലിയൊരു അനുഭവമായിരിക്കും എന്നറിയാം. എനിക്കത് മനസ്സിനെ വല്ലാതെ പിടിച്ചു ഉലക്കിയ ഒരു അനുഭവമാണ് അവിടെ ഉണ്ടായത്. തീർച്ചയായും നമ്മുടെ കുട്ടികൾ ജീവിതത്തിൽ ഇത് ഒരു വ്യത്യാസമായ പാഠം ഉൾക്കൊണ്ട് ജീവിതത്തെ കാണും എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട്. കാരണം അവിടെ അത്രത്തോളം ദയനീയമായിരുന്നു അവിടുത്തെ കാഴ്ച. ഞാനൊരു രക്ഷിതാവ് എന്ന നിലയിൽ എനിക്കത് വളരെ സന്തോഷമുള്ളൊരു കാര്യമായി. അഭിമാനം തോന്നുകയാണ് നമ്മുടെ ചാരിറ്റി ടീമിനെ കുറിച്ച്. പാതയം ചാരിറ്റി ടീമിൽ പ്രവർത്തിച്ച കുട്ടികൾക്കും അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കും. ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കുകയുണ്ടായി. പാതയം ടീമിലെ കുട്ടികളും ടീച്ചേഴ്സും രക്ഷകർത്താക്കളുടെ പ്രതിനിധി എന്ന നിലയിൽ ഞാനും പങ്കെടുക്കുകയുണ്ടായി. നമ്മളേവരെയും കരളലിയിപ്പിക്കുന്ന ഒരു സങ്കടകരമായ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്, നമ്മുടെ സ്കൂളിലെ കുട്ടികൾ കളക്ട് ചെയ്ത ഒരുപാട് സാധനങ്ങൾ നമ്മൾ അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. കൂടാതെ കുട്ടികളിൽ ആടിയും പാടിയും ഒരുപാട് സമയം നമ്മൾ അവരോട് കൂടെ ചിലവഴിച്ചു. തീർച്ചയായും ഇത്തരം കേന്ദ്രങ്ങൾ സന്ദർശിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ജീവിതത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാനും ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികൾ മറികടക്കാനുള്ള അനുഭവങ്ങൾ അവർക്കുണ്ടാവും. ഇതവരുടെ ജീവിതത്തിലൊരു മുതൽക്കൂട്ടായി മാറുന്നതിൽ യാതൊരു സംശയവുമില്ല. പാതയം ടീമിൻ്റെ ഇത്ര നല്ല പ്രവർത്തനങ്ങൾ കുട്ടികളുടെ മുന്നോട്ട് പോകലിനുള്ള ഒരു നല്ല മാതൃകാപരമായ പ്രവർത്തനമായി മാറുന്നതിൽ യാതൊരു സംശയവുമില്ല.